കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? അപ്പോഴേ നല്ല തണുപ്പൊക്കെ ഉണ്ടല്ലേ? മഴ എങ്ങനെ പെയ്തുകൊണ്ടേ നിൽക്കുന്നു. മഴ കാണാൻ തന്നെ നല്ല രസമല്ലയോ? മഴയുടെ ആ സംഗീതം ശരിയല്ലേ? അപ്പോൾ നമ്മളെ ഇന്ന് ഒരു കാര്യം ചെയ്യാം. സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്യാം. എന്താ സംഗീതത്തിൽ ഭാവനയുടെ പ്രാധാന്യം? എന്ത് പറയുന്നു? ഭാവന എന്ന് വെച്ചാൽ എന്ത്? നമ്മുടെ ചിന്തയായിട്ട് ബന്ധപ്പെട്ടല്ലേ? നമ്മൾ മനസ്സിൽ തോന്നുന്നതൊക്കെ പറയുന്നത്. നമ്മൾ ചിത്രകല ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവന വേണം. ഡാൻസ് ചെയ്യണമെങ്കിൽ വേണം. പിന്നെ പാട്ട് പാടണമെങ്കിൽ വേണം, ഇല്ലയോ? എന്തിനേറെ പറയുന്നു, നമ്മളിപ്പോൾ ഒരു ഇലക്ട്രോണിക്സ് ഉപകരണം ഉണ്ടാക്കുന്നു, അതിന് ഭാവന വേണ്ടേ? അതിനനുസരിച്ചല്ലേ അതിൻ്റെ കമ്പോണൻസ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ലോകത്തിൽ നമുക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും അതിനൊരു ഭാവന വേണം. ഭാവനയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുവാ? അതിൻ്റെ രൂപമായിരിക്കും, ഇല്ലയോ? രൂപകൽപ്പന, ഇല്ലയോ? അപ്പോൾ അതിനകത്ത് ഒരുപാട് അംശങ്ങളുണ്ട്. ഒരു കാര്യം അങ്ങനെ രൂപപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിലൊരുപാട് പിന്നെ കാര്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മൾ ഭാവന ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പോൾ സംഗീതത്തിൽ ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമാണുള്ളത്. അപ്പോൾ തന്നാനേ താന തന തന്നഹരം താന തന്നാനേ താന തന തന്നഹരം താന. നാടൻ പാട്ടാണല്ലേ? അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? വായ്ത്താരി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുന്നേ ഒരു അറിവുണ്ട്, നാടൻ പാട്ടുകൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിന് വായ്ത്താരിയുണ്ട്. അപ്പോൾ ഒന്നിലധികമൊക്കെ ആൾക്കാർ ചേർന്ന് പാടേണ്ടതാണ് നാടൻ പാട്ടുകൾ, അല്ലയോ? അങ്ങനെയൊക്കെ നിങ്ങൾക്കൊരു എന്തൊക്കെയുണ്ട് നിങ്ങളുടെ മനസ്സിലുണ്ട്. അതിൽ നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്തു? ആ രൂപം നിങ്ങളുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതാണ് സംഗതി. ആ രൂപം, നാടൻ പാട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഘടനയെക്കുറിച്ചുള്ള രൂപം നിങ്ങളുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത്? പെട്ടെന്ന് തന്നെ നാടൻ പാട്ടെന്ന് പറഞ്ഞത്. മാവേലി നാടുവാൻ വേണ്ട. നമ്മുടെ കൊച്ചു കൂട്ടുകാരെ ഉടനെ ഓണത്തിലോട്ട് പോയി. അപ്പോൾ എൻ്റെ കൊച്ചുനാളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഓണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ആഘോഷമായിരുന്നു. കാരണം ഈ ഓണത്തിനാണ് എല്ലാവരും ഒരുമിച്ച് കൂടുന്നു, ഊഞ്ഞാലാടുന്നു, പലതരത്തിലുള്ള കളികളുണ്ട്, സദ്യയുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള സംഭവമായിരുന്നു അറിയും. കടകളന്ന് അലങ്കരിക്കുന്ന ഈ ഓണത്തിൻ്റെ അന്ന് ഈ പന്തുകൾ, പിന്നെ കൊച്ചു കൊച്ചു കാറുകൾ, പിന്നെ എന്താ പറയുന്നത് ബലൂണ്, പിന്നെ എന്താ പറയുന്നത് ഈ തോക്ക്, പൊട്ടാത്ത് വെച്ച് പൊട്ടിക്കുന്ന തോക്ക്, ഇതൊക്കെ അന്നൊക്കെ ഞങ്ങൾക്ക് ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര കാര്യമാണ്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ സമ്പത്ത് തന്നെ